അല്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാര് മാത്രം പോകുന്ന ഇതുപോലുള്ള സ്ഥലത്ത് അമ്മയും സഹോദരിമാരും വരാതിരിക്കുന്ന നല്ലത് അല്ലേ സമൃദ്ധ? ഭാര്യ ഭർത്താക്കന്മാര് പോലും ഇവളുടെ കാരണം മിക്കവാറും ഞാനിന്ന് അടിച്ചു പൊളിക്കും. ആര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തേന്ന്? അതോ അത് മോള് പറഞ്ഞിട്ടാ. തന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു മോള്? ഇല്ല, എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ത് സർപ്രൈസ്? അത് ഇവളോട് തന്നെ ചോദിക്കണം. എന്താ മോളെ സർപ്രൈസ്? അതൊക്കെ പിന്നെ പറയാം. ഇനി അമ്മ വാ. അമ്മ ഇരിക്കമ്മേ, പറഞ്ഞ പറ്റില്ല. ഇരിക്കണോ? വേണ്ട. അച്ഛാ, ഈ അമ്മയ്ക്ക് നല്ല വെയിറ്റാ. അച്ഛനും കൂടി വന്ന് ആട്ടിക്കൊടുക്ക്. വാ അച്ഛാ. വേണ്ട, വീഴും. താനെന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ ആട്ടുന്നേ. മോള് വീഴാതെ ഞാൻ നോക്കിക്കോളാം. അല്ലേ മോളെ? അതൊക്കെ സച്ചേട്ടാ. താനോടാട്ട് വാ. ഇനി അച്ഛൻ. അച്ഛൻ പിന്നെ അടിക്കോളാം. അത് പറ്റത്തില്ല. ഇപ്പൊ തന്നെ ആടണം. വാ ഇരിക്കച്ചാ. അച്ഛന് നാടാൻ പറ്റുമോ മോനെ? പറ്റും. അമ്മേ വന്നാട്ടമ്മേ. ഓ മതി 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 മതി. സർ, വെൽക്കം ഡ്രിങ്ക്സ് ഇങ്ങോട്ട് എടുക്കാൻ പറയണോ? അതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഇല്ലടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വെയിറ്ററോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇപ്പോഴേ ഓർഡർ ചെയ്ത ഡിലേ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ആവണ്ടല്ലേ? വേണ്ട വേണ്ട, ഇനി രണ്ടുപേരും കൂടി വരാനുണ്ട്. ഇനിയേറെ വേറെ വരാനല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. മോളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ? അതൊക്കെ വരുമ്പോ നിങ്ങൾ അറിഞ്ഞാ മതി. എങ്കിൽ പിന്നെ മോളെ ഗസ്റ്റ് വരട്ടെ. ശരി സാർ. ശരി, ആയിക്കോട്ടെ. ആരാ ഗസ്റ്റ്? അതൊക്കെ ഉണ്ട്. അച്ഛാ, ദേ ഞാൻ പറഞ്ഞ സർപ്രൈസ്.
ചിപ്പി, ഗൗരി, നിങ്ങളെപ്പോ വന്നു? ഞങ്ങള് കുറച്ചു നേരമായി വന്നിട്ട്. ചിപ്പി മോളെ മുഖ സുഖല്ലേ? ഞാൻ ശരിക്കും ആന്റിയെ കാണാനാ വന്നേ. ആണോ? ആന്റിക്ക് മോളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചിപ്പി, വാ നമുക്ക് ഊഞ്ഞാലാടാൻ പോവാ. നിങ്ങൾ രണ്ടുപേരുമാണ് സർപ്രൈസ് ഗസ്റ്റുകളെന്ന് മോളിപ്പോഴാ പറയുന്നത്. ഗൗരിമോളും ചിപ്പിമോളും ചേർന്ന് പ്ലാൻ ചെയ്ത പരിപാടിയായത്. ആ, സമൃദ്ധ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കുട്ടികൾ തന്ന സർപ്രൈസിന്റെ ഷോക്ക് ഇതുവരെ മാറിയില്ലേ? അതെ അതെ, സർപ്രൈസുകൾ ഇനി ഓരോന്ന് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്താ, ഇവര് വേറെ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവന്തികെ. പക്ഷേ അതൊന്നും ഗൗരിമോളല്ല, ഞാനാ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ല, സമൃദ്ധയ്ക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ ഈ ഔട്ടിംഗ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് സമൃദ്ധയ്ക്കായിരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ അങ്ങനെ? ബാക്കി ആർക്ക് സന്തോഷമില്ലേ? ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും ഗോകുലും സമൃദ്ധയും കൂടി ഒരുമിച്ചൊരു ഔട്ടിംഗ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ? അത് മാത്രമല്ല, ഇന്നത്തെ ഔട്ടിംഗ് നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ട് മാറുകയും ചെയ്തു. അർച്ചനെ, നിനക്ക് അവളുടെ കാരണത്തൊന്ന് കൊടുത്തൂടെ? നിന്റെ ജീവിതം നശിപ്പിച്ച സ്ത്രീയോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അമ്മയെ ശിശിരയും കൂടി കൊണ്ടുവരായിരുന്നു. അമ്മയ്ക്കിരുന്നു അത്ര ഒരു താല്പര്യമില്ല. പിന്നെ ശിശിരിക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവള് വീട്ടിലല്ലേ ശരിയാവില്ല. അതുകൊണ്ടാ അവർ രണ്ടുപേരും വരായിരുന്നത്. അല്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാര് മാത്രം പോകുന്ന ഇതുപോലുള്ള സ്ഥലത്ത് അമ്മയും സഹോദരിമാരും വരാതിരിക്കുന്ന നല്ലത് അല്ലേ സമൃദ്ധ? ഭാര്യ ഭർത്താക്കന്മാര് പോലും ഇവളുടെ കാരണം മിക്കവാറും ഞാനിന്ന് അടിച്ചു പൊളിക്കും. എന്തായി, ദമ്പതി പൂജ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഉടനെ ഗൗരിമോൾക്കൊരു അനിയനെയോ അനിയത്തെയോ പ്രതീക്ഷിക്കാവോ? എങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചാലോ? അതിനെന്താ? ആ, എങ്കിൽ പോ. എടോ, കുഞ്ഞുങ്ങളെ കൂടി വിളിച്ചോ. ഗൗരി, ചിപ്പിയും കൂടി വിളിച്ചിട്ട് വാ. വാ.